ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തുടങ്ങിയ നമ്മുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ അത് ഇന്ത്യക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഈ സ്ഥാപനങ്ങളിൽ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യക്ക് വളരെ വലിയൊരു മേൽക്കൈ ഉണ്ടായി. ലോകരാജ്യങ്ങളിലും മുഴുവൻ, അതായത് ഏറ്റവും വികസിത രാജ്യങ്ങൾ പോലും അവരുടെ ഈ സാറ്റലൈറ്റുകൾ ബഹിരാകാശത്ത് എത്തിക്കാനായിട്ട് ഇന്ത്യ ആശ്രയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ PSLV എന്ന് പറയുന്ന പ്രോജക്റ്റ് വളരെ വിജയകരമായിട്ട് ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ആ PSLVയുടെ ആ പ്രോജക്റ്റ് ഈ കഴിഞ്ഞ ഒരു 2 പ്രാവശ്യം വളരെ അത്രത്തോളം, അതായത് ആയിരക്കണക്കിന് കോടി ഡോളർ വിലയുള്ള ഉപഗ്രഹങ്ങൾ, ഒരു 8 ഉപഗ്രഹങ്ങൾ വീതം അങ്ങോട്ട് ഉണ്ടായിരുന്നു 2 പ്രാവശ്യം. അത് അയക്കാനുണ്ടായിരുന്ന PSLV എന്ന് പറയുന്നത് വഴിക്ക് വെച്ച് പരാജയപ്പെട്ടു, തകർന്ന് കടലിൽ വീണു. അപ്പോൾ എത്ര ആയിരം കോടി ഡോളറിൻ്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഈ 2 പ്രോജക്റ്റുകളും അത് തകർന്നു പോയതോടുകൂടി ഇന്ത്യ ഇപ്പോൾ ബഹിരാകാശത്തേക്കുള്ള റോക്കറ്റ്, സാറ്റലൈറ്റ് അയക്കുന്ന ആ സിസ്റ്റം നിർത്തിവെക്കാൻ പോലും ഇടയായി. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നു. അജിത് ഡോവൽ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു, ഇവിടെ വന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഇതിൻ്റെ പുറകിൽ അട്ടിമറി സംശയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് സ്വകാര്യ മേഖലകൾക്ക് ആയിട്ട് നമ്മുടെ സ്പേസ് റിസർച്ച് അല്ലെ ബേസിക്, അതായത് ISROയുടെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രൈവറ്റ് കമ്പനീസിനെ പെർമിറ്റ് ചെയ്തു. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് പെർമിറ്റ് ചെയ്തതോടുകൂടിയാണ് ഈ കുഴപ്പം മുഴുവൻ വന്നത്. ഈ കഴിഞ്ഞ വർഷം മാത്രം, ഈ ഒരൊറ്റ വർഷം കൊണ്ട് മാത്രം 120 സയൻറ്റിസ്റ്റുകളാണ് ISROയിൽ നിന്ന് പിരിഞ്ഞുപോയത്. പിരിഞ്ഞുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ ജോലിയിലെത്തൊന്നുമല്ല. ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ള സാലറിയൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കുന്നവർ പോകണമെന്നുണ്ടെങ്കിൽ അതിലും വലിയ ഓഫറുകൾ അവർക്കുള്ളത് കൊണ്ടാണ് പോകുന്നത്. ഇവിടുന്ന് അവരെ അങ്ങ് യഥേഷ്ടം അവരെ പിരിഞ്ഞു പോകാനും അനുവദിച്ചുകൊണ്ടിരുന്നത്. 2020 ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്ക് തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു ഇടപാട്, ഒരു പോളിസി കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. അതുമൂലം ഉണ്ടായ ഉപദ്രവങ്ങൾ നമ്മൾ ആലോചിക്കണം. പല സ്വകാര്യ കമ്പനികളും, അദാനി ഉൾപ്പെടെ, അദാനിയുടെ കമ്പനി ആൽഫ ഡിസൈൻ ടെക്നോളജീസ് എന്ന് പറയുന്നത് ഉൾപ്പെടെ ബഹിരാകാശത്ത് പറന്ന് കളിക്കാൻ അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഇത് മാത്രമല്ല, ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിൽ അടിസ്ഥാന സൗകര്യമായിട്ട് കൊടുക്കുന്നത് എത്രയാണെന്നറിയോ? വലിയ തുകയാണ്. അതായത് ഈ സ്റ്റാർട്ടപ്പുകൾക്ക് 2025-26 മാത്രം ഈ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് എന്ന് പറയുന്നത് $147 ദശലക്ഷം. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നമ്മുടെ സർക്കാർ നമ്മുടെ പണം എടുത്ത് കൊടുക്കുന്നതാണ് കണ്ടവരൊക്കെ. സ്റ്റാർട്ടപ്പുകൾക്ക് അവരെ അങ്ങ് ഏർപ്പെടുത്തി, അതായത് ബഹിരാകാശത്ത് അവർക്ക് വേണ്ട വിധത്തിൽ കളിക്കാനുള്ള ഇടപാട് തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായി. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മൊത്തവും നമ്മുടെ VSSയിൽ നിന്നും ISROയിൽ നിന്നും ഒക്കെ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാവരും കൊട്ടിഘോഷിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരു റോക്കറ്റ്, അതായത് സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്ന സ്ഥാപനം, അത് ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയിൽ നിന്നൊരു റോക്കറ്റ് വിക്ഷേപണം ഇന്ത്യ നടത്തുന്നത് അവരാണ്. അത് കഴിഞ്ഞതിന് ശേഷം അത് 4 വർഷം മുമ്പാണ് അത് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അവർ ബഹിരാകാശത്തേക്ക് ഇതുപോലെ സാറ്റലൈറ്റുകൾ അയക്കുന്ന ഒരു വിക്ഷേപണം ഇപ്പോൾ നടത്തി. അത് സ്കൈ റൂട്ട് 1 എന്നാണ് അതിൻ്റെ പേര് ഇട്ടത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് ഈ പ്രൈവറ്റ് സെക്ടറിന് തുറന്നു കൊടുത്തല്ലോ. 120 സയൻറ്റിസ്റ്റുകൾ, ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ വർഷം തന്നെ 120 സയൻറ്റിസ്റ്റുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇവിടുന്ന് പോയി. ഇതുപോലുള്ള, അതായത് ഇവിടെ ഈ പവൻ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ മുഴുവൻ പേര് ഭവൻ കേര ചന്ദന എന്നാണ്. അയാൾ IIT ഖരഗ്പൂരിൽ നിന്ന്
ഡ്യുവൽ ഡിഗ്രി ഫ്ലൈയിങ് കളേഴ്സ് പാസ്സായ ആളാണ്. അതായത് ബിടെക് എംടെക് ഇത് ഒന്നിച്ച് എടുത്തു വന്നു. ISRO ജോയിൻ ചെയ്തു. തിരുവനന്തപുരം ISROയിൽ 6 വർഷം അയാൾ ജോലി ചെയ്തു. അപ്പോൾ 27 അപ്പം 21 വയസ്സ് ജോലി ചെയ്യാണ്. അന്ന് തന്നെ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. 27ാമത്തെ വയസ്സിൽ ഇയാൾ അതിൽ നിന്ന് പിരിയുകയാണ്. അപ്പോൾ ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ നമ്മുടെ അതായത് PSLV Mark 3 ആ പ്രോജക്റ്റിൽ ആണ് അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ പവൻ ഖേര ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അയാൾ അതിലെ റോക്കറ്റ് ടീമിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ടാണ് അയാൾ ജോലിയിലിരുന്നത്. അയാളാണ് അന്നത്തെ അയാളുടെ പ്രോജക്റ്റ് ഡയറക്ടർ. ഈ പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പിന്നീട് ISROയുടെയൊക്കെ ചെയർമാനായിട്ട് മാറിയ മലയാളി ഉണ്ടല്ലോ, ശ്രീ S. സോമനാഥ് ആയിരുന്നു. ഇന്നിപ്പോൾ ശ്രീ S. സോമനാഥ് ഈ സ്കൈ റൂട്ട് എയ്റോസ്പേസിൻ്റെ ചീഫ് ടെക്നിക്കൽ എക്സ്പെർട്ടാണ്. അതായിട്ടാണ് പോയിരിക്കുന്നത്. അയാൾ ഓണററി ചീഫ് ടെക്നിക്കൽ എക്സ്പെർട്ട്, ടെക്നിക്കൽ അഡ്വൈസർ എന്നുള്ള പോസ്റ്റിലാണ് ഇപ്പോൾ സോമനാഥ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊക്കെ ഒന്ന് കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇയാളുമായിട്ട് ഇവർ തമ്മിലുള്ള അടുപ്പമൊക്കെ നമുക്ക് മനസ്സിലാവാം. അപ്പോൾ ഇയാൾ ഈ പിരിഞ്ഞു പോയപ്പോൾ ഉണ്ടല്ലോ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ, ഈ പവൻകുമാർ ഇതേപോലെ പിരിഞ്ഞു പോയ മറ്റൊരാളുണ്ട്. അതായത് അത് നാഗഭാരത് ധാക്ക എന്ന് പറയുന്ന ആൾ, അതും സയൻറ്റിസ്റ്റാണ്. അയാളുമായിട്ട് ചേർന്നിട്ടാണ് അവർ സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ആസ്തി എത്ര എന്നറിയാമോ? ഇതിൻ്റെ ഇപ്പോഴത്തെ ആസ്തി $2440 കോടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു സയൻറ്റിസ്റ്റായിട്ട് എൻട്രി ലെവലിൽ ISRO കിട്ടുന്ന 72,000 രൂപയാണ്. ആ സയൻറ്റിസ്റ്റ് ഒരു 2 വർഷം അവിടെ 20 വർഷം അവിടെ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്ക് മൊത്തം കിട്ടുന്ന സാലറി എല്ലാ പെർക്സും ഉൾപ്പെടെ കിട്ടുന്ന ഒരു 2 ലക്ഷം രൂപ മാസം കിട്ടും. ഇതിൻ്റെ എത്രയോ ഇരട്ടി കോടികൾ കിട്ടുമെന്നറിയാമോ ഇതുപോലെ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഇതുപോലെ ചെയ്താൽ? ഇതിൻ്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ പവൻകുമാർ ചന്ദനയ്ക്ക് അതുപോലെ തന്നെ ഈ നാഗഭാരത് ധാക്കായ്ക്കും തോന്നിയത്, ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു കമ്പനി അങ്ങ് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കി ഇന്ന് അവരുടെ ആദ്യത്തെ അതായത് ഈ സ്കൈ റൂട്ട് 1 എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യത്തിന് അയക്കുന്ന റോക്കറ്റിൻ്റെ വിക്ഷേപണമായിരുന്നു. അത് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കി. അത് 100% വിജയിച്ചു. പക്ഷേ ഇന്ത്യയുടെ PSLV പരാജയപ്പെട്ടു. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നൽകിക്കൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റായിരുന്നു അത്, PSLV. അതെന്തിന് പരാജയപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഇതെല്ലാം ഒന്ന് കൂട്ടി വായിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അതായത് ഈ പിരിഞ്ഞു പോകുന്ന അകാലത്തിൽ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ, അതായത് VRS എടുക്കുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് അനുവാദം കൊടുക്കാനായിട്ട് യൂണിറ്റ് ഹെഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ അവർക്ക് അധികാരം കൊടുത്തിരുന്നു. അത് 2025 നവംബർ 25 ഒരു ഉത്തരവാണ് എടുത്തു. അങ്ങനെയാണ് അന്ന് മുതൽ ആളുകൾ ഇഷ്ടം പോലെ അങ്ങ് പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് തിരിച്ചറിഞ്ഞിട്ട് കരച്ചിലായി. എന്നിട്ട് അവരുടെ ഈ അധികാരം പിൻവലിച്ചു. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. അതായത് സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെ പോകാൻ സമ്മതിക്കണ്ട എന്നുള്ളൊരു തീരുമാനമായി. അതേതായാലും നല്ലതാണ്. പക്ഷേ ഈ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ സ്റ്റാർട്ടപ്പിന് കൊടുക്കുന്ന ഈ സൗകര്യങ്ങളും ഉണ്ടല്ലോ, ഈ ആയിരക്കണക്കിന് കോടികൾ വാരി കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മുടെ നികുതിപ്പണമാണ്. ഇതൊക്കെ നിർത്തി ഇല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടർ വളരും, പബ്ലിക് സെക്ടർ തകരും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് സെക്ടർ ഇന്ന് വളർന്നു, അവർ കയ്യെത്തി പിടിച്ചു. ഇനി